ഹായ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. അറിയാലോ, ഉഷാമയില്ലാത്തതുകൊണ്ട് ഫുൾ ഡ്യൂട്ടിയും എനിക്കാണ്. അപ്പം നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ജലദോഷം ഫുള്ളായിട്ട് അങ്ങ് മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ സൗണ്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തേങ്ങ രണ്ടു കേട്ടോ, തേങ്ങ രണ്ടട്ടെ. പിന്നീടല്ലോ, ദോശയും കടലക്കറിയിൽ നിന്നായിരുന്നു ഞാൻ രാത്രി പ്ലാൻ ചെയ്തത്. ആ പ്ലാൻ ചെറുതായിട്ട് അങ്ങ് തെറ്റി. കടല പുതിർത്ത് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് തക്കാളിയും കൊണ്ട് കുണുകുണു ആക്കാം. കുണുകുണു എന്ന് പറയുമ്പോണ്ടല്ലോ, ഞാൻ പണ്ട് പറയുന്നത് തക്കാളി റോസ്റ്റ് ഇല്ലേ, അതിന് ഞാൻ പറയുന്ന പേര് തക്കാളി കുണുകുണു എന്നാണ്. പണ്ട് ഞാനെപ്പോഴും അതിൻ്റെ പേര് പറയുമ്പോൾ പിന്നെ എല്ലാവരും ചിരിക്കുമായിരുന്നു കേട്ടോ. കുണുകുണു കുണുകുണു എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഞാൻ ഉഷാമ്മയോട് പറയും, ഉഷാമ്മ നമുക്ക് തക്കാളി കുണുകുണു ആക്കിയാൽ മതി കേട്ടോ ഇന്ന് കറിക്ക്. ഉഷാമ്മയ്ക്ക് ആദ്യം മനസ്സിലായിട്ടില്ലായിരുന്നു, ഇപ്പം മനസ്സിലായി. തക്കാളി റോസ്റ്റിനാണ് കുണുകുണു എന്ന് പറയുന്നതെന്ന് കേട്ടോ. നിങ്ങളും പഠിച്ചോട്ടാ. ദോശയ്ക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നന്നായി അരച്ചെടുക്കാം. അപ്പങ്ങളും പാടവും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ കുണുകുണുവാണ്. റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുക. അതിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം റെഡിയാക്കി നല്ല അടിപൊളി തക്കാളി റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആമിനെ വിളിക്കാൻ പോവാം. ഉണരൂ ആമി, ഉണരൂ 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 ആമിക്കുട്ടി. വിളിച്ചപാട് എണീച്ചാ? നിസ്കരിക്കുവാണോ എണീച്ചുംപാട്? എന്നെ നിസ്കരിക്കലാണ് എണീക്കണേ വേഗോ ഇവിടേക്ക്. നമുക്ക് അന്യന്റെ ലുക്ക് ഒന്ന് മാറ്റിയെടുത്താലോ? ഞാൻ സുന്ദരിയായോ ഗൈസ്? സൂപ്പർ അല്ലേ? നടന്നോളൂ നടന്നോളൂ, നടക്ക്, നടന്നോ. ഇവിടെ നോക്കണേ. മാമിൻ്റെ ഫ്രണ്ട് ഉണ്ടാവും കേട്ടോ. തക്കാളി കറി ഇല്ലായിരുന്നു. ഈ കാണുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ്. എപ്പോഴും അവർക്ക് രാവിലെ മുട്ടായി കൊടുത്തിട്ടേ പോകുള്ളൂ കേട്ടോ. മാമീൻ്റെ ബസ് വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കടി പെണ്ണേ. ഒരാൾക്ക് വീഡിയോ എടുക്കുന്നേ ഇഷ്ടമല്ല. അവിടെ ഭക്ഷണം കഴിക്കുവാട്ടാ. കുഞ്ഞാപ്പിനെ കുറച്ച് സമയം എടുത്തു കേട്ടോ. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ദോശയും കുണുകുണും ചായയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും എന്നെ ഒരാളിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം കാശിയെ. അപ്പം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുവേ. നാഗവല്ലി അങ്ങനെയൊക്കെ നാഗവല്ലിയാവും അപ്പാടും. മുടി കെട്ടണേ, മുടിയെല്ലാം ഒന്ന് കെട്ടി വെക്കട്ട്. പണിയല്ലേ, പണി 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 പണി. കൂന്തലൊക്കെ റെഡിയായി. ഞാൻ റൂട്ട് നടന്നുകൊണ്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ അടുത്ത് കാശിൻ്റെ 100,000 സംശയങ്ങൾക്കുള്ള മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് 1ാം ഘട്ട അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2ാം ഘട്ടം അടുത്തായിട്ട് വരും. അതിൻ്റെ അടുത്ത് അലക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ കൊണ്ട് വിരിച്ചിടണം. ഇന്ന് കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ കാണുന്നുണ്ട്. മഴയൊന്നും പെയ്തിട്ടില്ല. അടുത്ത മഴയ്ക്ക് മുന്നേ എല്ലാം കൊണ്ട് ആറിയിട്ടെ. ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇന്ന് വൺപയർ മത്തങ്ങയും കൂടി എരിശ്ശേരി വെക്കാം കേട്ടോ. പിന്നെ ചക്കക്കുരു കറിയും കൂടെ വെക്കാം. ആദ്യം പോയിട്ട് ആറിടട്ടെ. ഹാ നല്ല വെയിലാട്ടോ. മഴക്കാറുണ്ടെങ്കിലും തുണിയെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്താട്ടോ നമ്മുടെ കോവിൽ. അടുത്തതായി സ്റ്റേജിൽ ചക്കക്കുരു ചിരവൽ മത്സരമാണ്. ചക്കക്കുരുവിൻ്റെ ഈ കറിയൊന്നും ചിരണ്ടാൻ പാടില്ല. അതിനകത്താണ് ഫുള്ള് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നേക്കാം. നിങ്ങൾ ചിരണ്ടാണ്ട് കറിയിലും തോരനൊക്കെ ആക്കുമ്പോൾ എടുക്കുക. പക്ഷെ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ചിരണ്ടി വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കിയാൽ മാത്രമേ കറിയിലും തോരനൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളെങ്ങനെ ഇടുക പറയണേ. ആമി പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ കൂട്ടാട്ടോ. നമ്മൾ രണ്ടാളും കൂടി മൂത്തമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണേ. നടക്കൂ നടക്കൂ വേഗം നടക്കൂ. ഇതാണ് കേട്ടോ മൂത്തമ്മേൻ്റെ വീട്. മൈൻഡാക്കടാ ഒരു മൈൻഡും ഇല്ലല്ലേ. ഇവിടെ പണിക്കാരുണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു പണിക്കാര സാധനങ്ങളും കാര്യങ്ങളൊക്കെ മരം മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പൂവൊക്കെ നല്ല രസമല്ലേ. ഇതാണ് പൂച്ചവാൽ. നമ്മളായിട്ട് ഇനി പൂച്ചവാൽ എന്ന് പറയാം കേട്ടോ. മണ്ടൊക്കെ ഇതേ കൊണ്ട് എത്ര കളിച്ചതാ. കാശ് കളിച്ചിട്ടുണ്ട് ഈ സാധനം കൊണ്ട്. പൂച്ചവാലൻ പൂച്ചവാലൻ കളിച്ചിട്ടില്ലേ. വെയിൽ കണ്ടിട്ട് ആരും തുണിയൊന്നും പുറത്തിടാൻ പാടില്ല കേട്ടാ. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മനുഷ്യനെ വട്ട് പിടിപ്പിക്കാനുള്ള മഴയാട്ടാ. തുണിയെല്ലാം എടുത്ത് വെച്ചപാട് മഴയങ്ങ് നിന്ന് പിന്നെ വെയിൽ വരാൻ വേണ്ടി തുടങ്ങി. ഇതെന്തോന്ന് കാലാവസ്ഥയാണ്. എല്ലാം കൂടി ഉണ്ടല്ലോ. ഞാൻ ഇതാ നോക്കി വെയിൽ വരുന്നുണ്ട്. വെയിൽ ചക്കക്കുരുവൊക്കെ പകുതി മുക്കാലോളം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇതൊക്കെ നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് മുരിങ്ങയിലയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഇഷ്ടമുള്ള സ്പെഷ്യലാട്ടോ ഇത്, ചക്കക്കുരു കറി. ചക്കക്കുരു മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കടുകെല്ലാം താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇന്ന് എന്താ സ്പെഷ്യൽ നോക്കുന്ന സമയത്ത് ചില സമയത്ത് മത്തങ്ങയും വൺപയറും വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അവർ ചോദിക്കും അതെങ്ങനെ ഉണ്ടാക്കൽ, എൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലെ എൻ്റെ രീതിയിലാണേ, എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ മത്തങ്ങയും വൺപയറും കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച വൺപയറാണേ. ഇന്നലെ രാത്രി കുതിർക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ രാവിലെയാണ് ഞാനിത് കുതിർത്ത് വെച്ചത്. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-6 ഫീസിൽ എന്താണ് വേണ്ടി വരും. ഇതൊന്ന് വന്നിട്ട് ബാക്കി പറയാം. വൺപയറൊക്കെ അവിടുന്ന് വേവട്ടെ. ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇനി വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തു, ഒരു ചെറിയ സവോളയുടെ പകുതി സവോള, 2-3 വെളുത്തുള്ളി, ചെറിയ ജീരകം, ഒരു പച്ചമുളകും പിന്നെ ഒരു 10 ചെറിയ കാന്താരിയും കൂടി എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തങ്ങക്ക് എന്തായാലും കുറച്ച് മധുരം കാണുമല്ലോ. അപ്പോൾ എരി കുറച്ച് മുന്നിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ലോണം ചതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതി കേട്ടോ, അധികം ഇങ്ങോട്ട് അരയണ്ട. വൺപയർ ശരിക്കും ഒരു 5 ഫിസിൽ തന്നെ അടിച്ചു കേട്ടോ. പകുതി മുക്കാൽ വന്നിട്ടുണ്ട്. ഇനി മത്തങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ഫിസിലും കൂടി അടിക്കുമ്പോഴത്തേക്കും ഫുള്ള് വെന്തോളും. ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയ മത്തങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഫിസിലും കൂടി അടിക്കട്ടെ. മത്തങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കേ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒരു 2-3 മിനിറ്റ് നടച്ച് വെച്ചിട്ട് വേവിക്കാവേ. എരിശ്ശേരിക്ക് നമുക്ക് വറുത്തിടാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുന്നുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി. ഇനി ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ചുവന്ന മുളകും പിന്നെ കുറച്ച് കറിവേപ്പില വറുത്തിട്ടതെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. മത്തങ്ങ വൺപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ മാത്രം റെസിപ്പിയാണ്. ഇതിൽ അത് ചേർക്കാൻ പാടില്ലായിരുന്നു, ഇത് ചേർക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല വെയിലാട്ടാ. ഇനിയാണ് മെയിൻ പരിപാടി. അടിച്ചുവാരം വന്നിട്ടുള്ളത് കേട്ടോ. കോവിലും കൂടി അടിച്ചു വരട്ടെ. എപ്പോഴും ഇങ്ങനെ അടിച്ചു വരാൻ വരുന്ന സമയത്ത് ഞാൻ കുറേ സമയം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ്. പിന്നെ വൈകുന്നേരം വിളക്കെല്ലാം വെക്കുന്ന സമയമാണെങ്കിൽ നിറച്ചും ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. മൂത്തച്ഛനും മൂത്തമ്മയും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴാണെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ സമയം ഇവിടെ ഇരുന്ന് മനസ്സിലെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. എന്നിട്ടാണ് കേട്ടോ പോവുക. എല്ലാവർക്കും അങ്ങനെയല്ലേ. നമ്മൾ ഏത് അമ്പലത്തിൽ പോയതാണെങ്കിലും കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടൂലേ. ആ ഒരിത്. ഞാനിനി അങ്ങോട്ട് ചെല്ലുന്നവരെ ഈ നോട്ടമായിരിക്കേ. ലൂണ ബേബിന് ഇപ്പോൾ കരയെന്ന് കാണിച്ചു തരണ. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ടാറ്റയും കൊടുത്ത് പോവാന്ന് പറഞ്ഞാൽ അപ്പോൾ കുരക്കുവേ. ഇപ്പോൾ കാണിച്ചു തരാവേ. ഞാൻ പോട്ടെ, ടാറ്റാ. അത് ഫുള്ള് പറയണ്ട, അതിൻ്റെ മുന്നേ കുരക്കേ. ഞാൻ എങ്ങോട്ടും പോകണം കണ്ടുകൂടാ. എന്നാൽ ശരി, ബൈ, പോയിട്ട് വരാട്ടാ. ഇവിടെ പോണതും ലൂണയ്ക്ക് ഇഷ്ടമല്ല കേട്ടാ. ഞാൻ ഇവിടെ പോവുകയാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി, ടാറ്റ ലൂണ, ടാറ്റ ബൈ ബൈ, ചെയ്യൂ, ഞാൻ പോയിട്ട് വരാവേന്ന് പറഞ്ഞാൽ അപ്പം കരയാൻ തുടങ്ങും. ഞാൻ എവിടെ പോവാനാണ്? ഞാൻ എവിടെയും പോവില്ല കേട്ടോ. ട്ടാ, എവിടെയും പോവില്ലേ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ പച്ചച്ചീര, ചുവന്ന ചീരയുടെ അതേ സെയിം ടൈപ്പ്, പച്ച ടൈപ്പാണേ. ഇതിൻ്റെ നീളം കണ്ടില്ലേ? ഇത്രയേ ഉള്ളേ. നിങ്ങൾക്ക് വേറെ സൂത്രം കാണിച്ചു തരണ. പറിക്കാതെ വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ? അങ്ങ് ബാബു ആൻ്റണീനെ പോലെ വളർന്നു ഗൈസ്. ഓക്കെ, എന്തൊരു നീളമാണെന്നറിയോ? ഏകദേശം ഈ പരിഭാവത്തേക്ക് പിന്നെ പറിച്ചിട്ട് തോരനൊക്കെ വെക്കുന്നതല്ലേ. ഇത് പറിക്കാണ്ട് വെച്ച് ഇങ്ങനെ ശരിക്കും നീളം കാണിച്ചു തരാവേ. ക്യാമറ ശരിക്കും വെച്ചിട്ട് നോക്കിയേ, എന്തൊരു നീളമാണോ, കണ്ടില്ലേ? അടിപൊളി. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു ചെറിയ പണിയും കൂടിയുണ്ട്. മീൻ വറുക്കാനുണ്ട് കേട്ടോ. നല്ല ചെറിയ അയല കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് വറുക്കാനുണ്ട്. കോവിലിൽ ഇറ്റടിക്കാൻ വേണ്ടി പോകണ്ടോട്ടോ നേരത്തെ ചെയ്യാതിരുന്നേ. ഇനി മീനും കൂടി വറുക്കാം. ചെറിയ അയല കേട്ടോ കിട്ടിയത്. ഇന്നലെ ഞങ്ങൾ മുളക് ഇടുക ചെയ്തത്. അപ്പം ഇന്ന് വറുക്കാമെന്ന് വിചാരിച്ചു. വറുക്കാം. അയല മീമി ഫ്രൈ ചെയ്യാൻ കൂടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചവരെയുള്ള പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫുഡ് വ്ളോഗാണെന്നൊക്കെ തോന്നും. അതൊക്കെ സാധാരണ. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ പിന്നെ വേറെ എന്തോ ആയി കാണിക്കുക. ഫുഡൊക്കെ വെക്കുന്നതല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. മടുത്തു. ഇനി ഭക്ഷണം കഴിക്കണം. കുറച്ച് സമയം ഒന്ന് കിടക്കണം, റെസ്റ്റ് ടൈം. അപ്പോഴത്തേക്കും ആമി വരും. അപ്പം എങ്ങനെയാ ഭക്ഷണം കഴിക്കാമല്ലേ? ഇന്നത്തെ കറികളൊക്കെ കണ്ടില്ലേ? 2 കറികൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അച്ചാറും ഇന്നലത്തെ മീൻ കറിയുടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇന്നത്തെ ഐറ്റംസ് തന്നെ. ഇതിൽ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ ലാസ്റ്റാണ് അതിനകത്തുള്ള നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ കഴിച്ചതേ. ഞാൻ അച്ചാറിങ്ങനെ ചോറിൻ്റെ കൂടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നിൽക്കും, അല്ലാണ്ട് കഷ്ണമൊന്നും കഴിക്കില്ല. അപ്പോൾ ലാസ്റ്റ് ആ നാരങ്ങ എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് ആഹാ എന്താ ഒരു പുളി.
ഇത് കണ്ടിട്ട് കാശി നോക്കി ചിരിക്കാൻ. അയ്യോ ഒന്നും പറയണ്ട. എന്നിട്ട് ലാസ്റ്റ് അവർക്കും കൂടി ഞാനൊരു നാരങ്ങ എടുത്ത് കൊടുത്തുണ്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. വയറൊക്കെ ഫുള്ളായി. ഭക്ഷണം കഴിച്ച പാട് ആരും കിടക്കാൻ പാടില്ല കേട്ടോ. അത് വെറും മോശം ശീലമാണ്. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഇത് കണ്ടോ, ഞാനിവിടെ കിടക്കുമ്പോൾ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടാണ് നോക്കിയിട്ട് ഒരാളിരിക്കുന്നത് എന്തൊക്കെയോ തപ്പി പെറുക്കുന്നുണ്ട്. ഞാൻ എണീച്ച് പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ആടും പറന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സൂം ചെയ്തിട്ടെടുത്തേ. ഉറങ്ങുന്നില്ല കേട്ടോ. കുറച്ച് സമയം വെറുതെ ഒന്ന് കിടന്നു, ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഉറങ്ങി എണീച്ചാൽ പിന്നെ ഭയങ്കര തലവേദനയായിരിക്കും. അതുകൊണ്ട് കുറച്ച് റീൽസൊക്കെ കണ്ട് കുറച്ച് സമയം കിടന്നു കേട്ടോ. 4:20 ആവാനായി, ആമി വരാനായി. അപ്പോൾ ആമീസിനെ കൂട്ടിയിട്ട് വരാം. ഇന്ന് രാവിലെ ആയിട്ടും ചെറിയൊരു മഴ കിട്ടിയത് കൊള്ളൂ കേട്ടോ. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തുണികളെല്ലാം നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ ഇന്ന് ഫുള്ള് വെയിലായതുകൊണ്ട് നാളെ ഫുള്ള് മഴയായിരിക്കും. അങ്ങനെ ഒന്നരാടനാന്ന്. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ. ഐഷ്, നല്ല കാറ്റ്. ഐഷ്, ആഹാ, വെയിൽ വെയിൽ വെയിൽ. ഇവിടെ നിന്ന് കാണാം കേട്ടോ. അങ്ങന്ന് വണ്ടി വരുന്ന കാണാവേ, കാണിച്ചു തരാവേ. അങ്ങ് ദൂരെ സൂം ചെയ്യട്ടോ. ഈ കാണുന്നില്ലേ, ഈ കാണുന്ന പോസ്റ്റില്ലേ, അവിടെ ആട്ടാ മെയിൻ റോഡ് വരുന്നത്. അത് നല്ലോണം സൂം ചെയ്ത് കാണിക്കുന്നതാണ്. ആ ചെറിയൊരു സംഭവം കാണുന്നില്ല, അത് കുഞ്ഞ് കടയാട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇതിലെ കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത് കാണുവേ. അപ്പോഴേക്കും ഞാൻ പൊതുവേ അങ്ങോട്ടേക്ക് പോകാറ്. നോക്കി, ഇത്രയും ദൂരത്ത് നിന്നാട്ടോ ഞാൻ സൂം ചെയ്യുന്നത്. ആഹാ, നോക്കി, അടിപൊളി. കണ്ടാ, അത്രയും ദൂരത്തു നിന്ന് സൂം ചെയ്തു കേട്ടോ. എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ആ റോഡിലുള്ള വെള്ളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ കുളിക്കുകയും വെള്ളം കുടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും പറന്നു പോകും. അപ്പം ഞാൻ അതും കൂടി ഒന്ന് സൂം ചെയ്തെടുത്തതാണേ. ഇനി നടന്ന് നോക്കാവേ, പറന്ന് പോകുമെന്ന് നോക്കാവേ. എന്തായാലും പറക്കും. നടന്ന് മന്ദം നമുക്ക് നടന്നു പോകാം. അതാ രണ്ടാൾ പറന്നുപോയി. ബാക്കിയുള്ള ആൾക്കാരും പറന്നു പോകാൻ വേണ്ടി നോക്കുന്നുണ്ടേ. പോവും, ഞാൻ ചെല്ലുമ്പോൾ എന്തായാലും പറന്നു പോവും. ജിം 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 ജിം. ഓരോരുത്തർ പറന്ന് അകന്നു. എല്ലാവരും പോയിട്ടാ. സ്കൂൾ ബസ് ഇതാ വരുന്നു സുഹൃത്തുക്കളെ. നമുക്ക് അമേസിനെ കൂട്ടാലോ. ഒരാൾ ഫ്ലൈറ്റ് പോകുന്ന നോക്കുവാണേ. കാണുന്നുണ്ടാവല്ലോ ഈ വെയിലത്ത് എവിടെ കാണാൻ. അതാ അല്ലേ, അതാ പോന്നാ. ഇത് അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് വരുവേ. അപ്പം ഞാൻ കാണിച്ചു തരാവേ സൂം ചെയ്തിട്ട് കേട്ടോ. അതാ അത് മേഘത്ത് തട്ടുന്ന ടിങ്. മേഘങ്ങളൊക്കെ ഇതേ ഓടിപ്പോകുന്നു. അതാ ഫ്ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അതാ സൂം ചെയ്യാനേ. ഇടാ പോണു, എയറിൻ്റെ കേട്ടോ. അതാ തൊട്ടു അതാണ്ടേ പോകുന്നു. ടാറ്റാ. അതിനി ഇവിടുന്ന് കാണുമോ? ഇങ്ങെത്തിയിട്ട് കാണും കേട്ടാ. ഇങ്ങെത്തിയിട്ട് കാണും തോന്നുന്നു. നോക്കാം കാണുമോന്ന്. സൈഡിൽ കൂടി അങ്ങ് പോയിട്ടോ. ഇറങ്ങാൻ വേണ്ടി പോന്നെയാ, പോയി. സ്കൂള് വിട്ട് വന്നപാട് മുട്ടായിയാ? പൊളിച്ചു തരാണേ. ഭാവി ഉറങ്ങാന്ന് ഒച്ചപ്പടാക്കല്ലേ. ഇപ്പൊ പൊളിച്ചു തരൂ. ഈ അബാക്കസില് ഏതൊക്കെ കുത്തില്ലേ? ഒന്ന് പിങ്കിന്, ഒന്ന് യെല്ലോയിന്, ഒന്ന് വൈറ്റിന്. അപ്പൊ ഏതൊക്കെയാണ് ശരി കൊടുക്കണം? പിങ്ക്, യെല്ലോ, വൈറ്റ്. അപ്പൊ
റെഡ്, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ. അതൊക്കെ S9 കൊടുക്കണ്ട. ശരിയല്ലാണ് മാർക്ക് 0 ഇടുക. 0 വട്ടത്ത് 0. അപ്പോൾ ഈ വീഡിയോന് സ്വാഗതം. ബൈ ബൈ. അബാക്കസിന്റെ ക്ലാസ്സാണ് ഇപ്പൊ കഴിഞ്ഞത്. എന്താ അറിയാം, എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല? ടീച്ചറാ, അബാക്കസ് എന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചറാട്ടോ ഇത്. ശിവാത്മിക ടീച്ചറേ. ഒക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് മാങ്ങുന്നില്ലേ രണ്ടാളുവേ. നാളെ ക്യാമറ നോക്കാം ഒരാൾക്ക്. ഇല്ല, അറിയില്ല, മറന്നു ഇനി അതുകൊണ്ട്. എന്നാൽ ഞാനിനി അടിച്ച് തെളിച്ച് കുളിച്ചിട്ടൊക്കെ വരാട്ടാ. ഓക്കെ, ഞാൻ കുളിച്ച് സുന്ദരിയായി. ഒരു സൂത്രം കാണിച്ചു തരാവേ. ആമീസ് എന്താ പരിപാടി ആർക്കറിയാം, പോയി നോക്കട്ടെ. നമ്മൾ കണ്ട കാലാവസ്ഥയാണോന്ന് നോക്കിക്കേ. ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് നോക്കിയേ, എന്തൊരു മഴയാണോ, അടിപൊളി, തകർത്ത് പെയ്യുവാണ് ഗൈസ്. ഹായ് ഹായ്, ഹയ്യമ്മ ഹയ്യമ്മ. അതുപോലെ പെയ്ത മഴയേ ഗായ്സ്, ഇത് കണ്ടോ ഗായ്സ്? ഗായ്സ്, ഇത് കണ്ടോ ഗായ്സ്? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്ര നാരായണ. ചായ കുടിച്ചു കഴിഞ്ഞാ? ചോറ് തിന്നോലെ തിന്ന് മിച്ചറ്. കട്ടൻ ചായയും ക്രീം ബന്നും കേട്ടോ കഴിച്ചത്. സ്റ്റഡി ടൈമാണ്. നോക്കിക്കൊണ്ട് പഠിപ്പിച്ചിട്ടേ. ഉയ്, എഴുതിക്കോ. പഠിപ്പിച്ചിട്ടു കുയ്. ഏയ്, എഴുതിക്കോ. അമ്മമ്മ വന്നിട്ടില്ല. അതെ, അച്ഛനും അച്ചാച്ചിയേ ഉള്ളൂ. ഓക്ക് നാടാണ്. ഇഡ്ഡലിയും സാമ്പാറൊക്കെ അമ്മ വരുമ്പോൾ മൊട്ടമാട്ടോ. അത് മതി, എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി അത് കഴിച്ചു. പിന്നെ ആമയുടെ വക പ്രത്യേക പരിപാടി ഉണ്ട്. രാമായണത്തിൽ വാൽമീകി മഹർഷി. രാമന്റെ അവതാരം മഹാവിഷ്ണു. രാമന്റെ അച്ഛന്റെ പേര് ദശരഥൻ. രാമന്റെ അമ്മേന്റെ പേര് കൗസല്യ. രാമന്റെ ഭാര്യന്റെ പേര് സീത. സീതയെ തട്ടിക്കൊണ്ടുപോയത് രാവണൻ. സീതേന്റെ അവതാരം ഒന്നും ഇല്ല. ലങ്കയുടെ രാജാവ്. സ്കൂളിൽ ക്വിസ് മത്സരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിച്ചത് കേട്ടോ പുള്ളി. അതിനൊക്കെ സണിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ടേസ്റ്റ് കഴിക്കുന്നെങ്കിൽ അന്നല്ലേ ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനും അതിൽ തന്നെ കേട്ടോ കഴിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.